ഹലോ, നല്ലൊരു സായാഹ്നത്തിൽ നിങ്ങളെ എൻ്റെ വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചേ. ഇപ്പോൾ ഒരു ചെറിയ കോട നിറഞ്ഞിട്ടുണ്ട്, മഞ്ഞായില്ലോ. അപ്പോൾ അതിൻ്റെ കോട ഇങ്ങനെ നിറഞ്ഞേക്കുക. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ പരിസരം ഉണ്ടെങ്കിൽ കാണിക്കുന്നത്. അവിടെ നിന്നൊരു ബൈക്ക് വണ്ടി, അതാരെന്നറിയില്ല. അപ്പോൾ അങ്ങനെ വണ്ടി വന്നിട്ടുണ്ട്. പിന്നെ കറമ്പി അവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ കറമ്പി, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിയാണ് കറമ്പി. ദേവൻ കറമ്പി 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 എന്തോ ഒക്കെ നോക്കാം അവിടെ പരിശോധിച്ചോണ്ടിരിക്കാൻ. പിന്നെ ഇപ്പോൾ അവിടെ നിന്നൊരു ട്രാവലർ ഇങ്ങനെ പതുക്കെ കടന്നു വന്നിട്ട് നിങ്ങൾക്ക് ആനേനെ കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ ആന നിലവിൽ വന്നിട്ടില്ല. നമുക്ക് ലക്കുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ ആനേനെ വീടിൻ്റെ പരിസരത്ത് വെച്ച് കാണിച്ചു തരാം. പിന്നെ ഈ എണ്ണപ്പനയുടെ കട നിൽക്കുന്ന വഴി കൂടെ നമ്മൾ പോയി പുഴയുടെ ഭാഗത്തേക്ക് നമ്മളൊരു ദിവസം ഈ ദിവസങ്ങൾ നമുക്ക് പോവാം അതൊക്കെ കാണാനായിട്ട്. ഈ നേരത്ത് പോകാൻ പറ്റില്ല. ഈ നേരത്തെ അവിടേക്ക് പോയാൽ അവിടെ ആനയുണ്ടാവും. അപ്പം ഞാനത് പേടിച്ചിട്ടാണ് അങ്ങോട്ട് പോകാത്തത്. എനിക്ക് ആനേനെ ഭയങ്കര പേടിയാണ്. അപ്പം അങ്ങനത്തെ ഒരു കാര്യങ്ങളുണ്ട്. പിന്നെന്താണ് വിശേഷം? പിന്നെ അങ്ങനെ പിന്നെ ഇവിടെ ഒരു ചെറിയ കോടമഞ്ഞൊക്കെ ഉണ്ട് അതിൻ്റെ. പിന്നെ ഫെൻസിങ്ങിൻ്റെ കമ്പി ഉണ്ട്. ആ കാണുന്ന ഒരു കാലുണ്ട്, 2 കാലുകൾ, ഒരെണ്ണം ഇപ്പുറത്തും ഒരെണ്ണം ഇപ്പുറത്തായിട്ട് കാണുന്ന ഫെൻസിങ് ആന കയറാതിരിക്കാൻ വേണ്ടിയിട്ടേ അവിടെ ഇട്ടേക്കണതാണ്. അത് നമുക്ക് ആകെ ഒരു തടയുള്ളൂ. ഞങ്ങൾ ജീവിക്കുന്ന ജീവിതത്തിൽ ഫെൻസിങ് ഒരു പരിധിവരെ ഞങ്ങൾക്കൊരു ഹെൽപ്പാണ്. എന്നൊരു ആന വന്നിട്ടില്ല. പക്ഷേ ചെറുതായിട്ട് ആനയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു സ്പാർക്ക് ചെറുതായിട്ട് കിട്ടുമ്പോൾ ആന ഫെൻസിങ്ങിൻ്റെ കമ്പീനൊക്കെ പേടിയുള്ളതുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരാണ്ടൊക്കെ ഇരിക്കണേ. അപ്പോൾ ഇന്നത്തെ സായാഹ്ന വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഇനി വൈകുന്നേരത്തെ പണികളിലേക്ക് കിടക്കട്ടെ കേട്ടോ ഒക്കെ. അപ്പം എൻ്റെ മുഖം ഒന്ന് കാണുന്നുണ്ടാവില്ല നിങ്ങൾക്ക്. ഞാൻ ഇങ്ങോട്ട് തിരിക്കട്ടെ. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പോവാണ്. ഓക്കെ, ശരി കേട്ടോ. ഓക്കെ.